ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും തൻഷിക്ക് വേർഡിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. അരിപ്പൊടിയും ശർക്കരയും യൂസ് ചെയ്തിട്ട് ആവിയിൽ തയ്യാറാക്കിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണിത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാനും പറ്റും. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി കൂടിയാണിത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ മിക്സിയുടെ ജാറിലോട്ട് 3 മുട്ട ചേർത്ത് കൊടുക്കാം. ഇത് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ്. ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്തിട്ടുള്ള മുട്ട യൂസ് ചെയ്യരുത്. ഇനി ഈ മുട്ട ഒന്ന് അടിച്ചെടുക്കണം. 1 മിനിറ്റ് നേരത്തേക്ക് മാത്രം ഒന്ന് അടിച്ചെടുത്താൽ മതി. അങ്ങനെ ഇതിവിടെ നല്ലതുപോലെ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ശർക്കര പൊടിച്ചതാണ്. ഞാനിവിടെ 1/2 കപ്പ് ശർക്കര പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ 1/4 കപ്പിൻ്റെ അളവിലാണ് എടുത്തിട്ടുള്ളത്. അതാണ് 2 പ്രാവശ്യം ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് ശർക്കര പൊടിക്ക് പകരം 1/2 കപ്പ് പഞ്ചസാരയും ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി നല്ലതുപോലെ അടിച്ചെടുക്കാം. 1 മിനിറ്റ് നേരം മാത്രം ഒന്ന് അടിച്ചെടുത്താൽ മതി. ഇനി ഇതൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അരിപ്പൊടിയാണ്. ഞാനിവിടെ 1 കപ്പ് അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് മുഴുവനായിട്ടൊന്നും നമുക്ക് വേണ്ട. കുറച്ചായിട്ട് ഇതിൽ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. 1/2 കപ്പ് അരിപ്പൊടിയാണ് എനിക്കിതിനായിട്ട് ആവശ്യം വന്നിട്ടുള്ളത്. പക്ഷേ എന്ന് വെച്ചിട്ട് 1/2 കപ്പ് അരിപ്പൊടി ഡയറക്റ്റ് അപ്പം തന്നെ ചേർത്ത് കൊടുക്കരുത്. ഓരോ അരിപ്പൊടിക്കും വ്യത്യാസമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് കുറച്ച് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് കണ്ടല്ലോ, നല്ലതുപോലെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കറക്റ്റ് കൺസിസ്റ്റൻസി ആയോ എന്നുള്ളത്. നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഉണ്ടല്ലോ, ഏകദേശം കേക്ക് ബാറ്റർ പോലെയാണ് നമുക്ക് വേണ്ടത്. ഇത് അരിപ്പൊടിയാണല്ലോ, അതുകൊണ്ട് തന്നെ കുറച്ച് കഴിയുമ്പോൾ ഇതൊന്നുകൂടി ഒന്ന് കട്ടിയാവും. അതുകൊണ്ട് കുറച്ച് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ബാറ്റർ തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇത് കണ്ടല്ലോ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ബാറ്റർ തയ്യാറാക്കേണ്ടത്. അങ്ങനെ നമ്മുടെ ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 1 നുള്ള് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ്. ബേക്കിംഗ് സോഡ ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ടെക്സ്ചർ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ബേക്കിംഗ് സോഡ ചേർത്തിട്ടില്ല എന്നാണെങ്കിൽ യാതൊരു കുഴപ്പമില്ല. കുറച്ച് ടെക്സ്ചറിലൊരു വ്യത്യാസം ഉണ്ടാവുന്നേ ഉള്ളൂ. നല്ല സോഫ്റ്റ്നെസ്സൊക്കെ ഉണ്ടാവും. നമ്മൾ മുട്ടയൊക്കെ ചേർത്തത് കാരണം നല്ല സോഫ്റ്റായിട്ട് തന്നെ ഉണ്ടാവും. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ബേക്കിംഗ് സോഡ എല്ലാവരുടെയും കിട്ടത്തക്ക വിധത്തിൽ നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഈ 4 ബൗളാണ് എടുത്തിട്ടുള്ളത്. ബൗളിന് പകരം നമുക്ക് സ്റ്റീൽ പ്ലേറ്റിലും ഇത് സ്റ്റീം ചെയ്തെടുക്കാവുന്നതാണ്. നല്ലതുപോലെ ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കരുത്. 1/4 ഭാഗം മാത്രമേ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. കാരണം ഇതിൽ മുട്ടയൊക്കെ ചേർത്തത് കാരണം ഇത് പൊങ്ങി വരാൻ ചാൻസ് ഉണ്ട്. അത് കാരണം 1/4 ഭാഗത്തോളം മാത്രം ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കാഷ്യൂ നട്ട്സൊക്കെ ഒന്ന് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. അങ്ങനെ എല്ലാ ബൗളിലോട്ടും ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അതിനു മുന്നേ ഞാനിത് ഓരോന്നും അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. അലുമിനിയം ഫോയിൽ ഉണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. ഇല്ലെങ്കിൽ ഇതൊരു സ്റ്റീമറിൽ വെച്ചതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലായിട്ട് വലിയൊരു സ്റ്റീൽ പ്ലേറ്റ് വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുത്താൽ മതി. ഇതിലേക്ക് വെള്ളത്തുള്ളികൾ വീഴാതിരിക്കാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അലുമിനിയം ഫോയിൽ ഉണ്ടെങ്കിൽ അതുപോലെ ചെയ്യാം. ഇല്ലെങ്കിൽ ഒരു സ്റ്റീൽ പ്ലേറ്റ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ എല്ലാം ഇവിടെ ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് ആവി കയറ്റിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു സ്റ്റീമറിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം നന്നായി തിളച്ചതിന് ശേഷം ആവിയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോ ബൗളും വെച്ച് കൊടുക്കാം. ഇനി ഇത് കവർ ചെയ്തിട്ട് 10 മുതൽ 15 മിനിറ്റ് വരെ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. 15 മിനിറ്റ് കൊണ്ട് തന്നെ നല്ലതുപോലെ ഇത് വെന്ത് കിട്ടുന്നതായിരിക്കും. അങ്ങനെ ഇതിപ്പോൾ ഇവിടെ 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ പലഹാരം നല്ലതുപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂട് പോകാനായിട്ടൊന്ന് മാറ്റി വെക്കാം. ഇതിപ്പോൾ ഇവിടെ ചൂട് നല്ലതുപോലെ തന്നെ പോയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഡിമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. ചൂട് നന്നായിട്ട് പോയതിന് ശേഷം മാത്രമേ ഇത് പാത്രത്തിൽ നിന്ന് എടുക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ ചിലപ്പോൾ സൈഡിലൊക്കെ ഒട്ടിപ്പിടിച്ചെന്നിരിക്കും. അപ്പോൾ ഒരു സ്പൂണിൻ്റെ പുറകുവശം കൊണ്ട് ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വട്ടത്തിൽ കറക്കിയെടുത്താൽ മതി. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ഡിമോൾഡ് ചെയ്ത് കിട്ടുന്നതായിരിക്കും. കണ്ടല്ലോ, നല്ല ഭംഗിയില്ലേ, കാണാനായിട്ട് തന്നെ നല്ല അടിപൊളിയായിട്ടുണ്ട്. കാണാൻ മാത്രമല്ല കേട്ടോ, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ശർക്കര പൊടിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഒരു പലഹാരത്തിന്.
കുട്ടികളൊക്കെ വീണ്ടും വീണ്ടും ചോദിച്ചു വാങ്ങി കഴിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്നാക്ക് കൂടിയാണിത്. അരിപ്പൊടി ആയത് കാരണം നമുക്ക് എപ്പോൾ വേണമെങ്കിലും കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. നല്ലൊരു കേക്കിൻ്റെ ടെക്സ്ചറാണ് ഇത് കട്ട് ചെയ്ത് കഴിയുമ്പം. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഈ ഒരു പലഹാരം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കരുതേ. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.